ചെയ്യുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, എന്തായാലും കോൺഗ്രസിൽ ഇത്തവണയും പതിവ് പോലെ തന്നെ ചർച്ചകൾ നീളുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ വെറുതെ കാത്തിരുന്നു KPCC ആസ്ഥാനത്ത് KC അനുകൂലികൾ. അല്ല, എന്തായാലും ഈ ചർച്ച തുടങ്ങി വെച്ചത് നന്നായി. അതേസമയം അണികളോട് സമാധാനം പാലിക്കാൻ പറഞ്ഞതും നന്നായി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അതുകൊണ്ടാണ് കുറച്ച് നീട്ടിയായാലും ഈ ചർച്ച തുടരും. അത് ഇൻഫോർമലായിട്ടായിരിക്കും തുടങ്ങുന്നത്. അതിനി നെഗോഷിയേഷൻ പല രീതിയിൽ നടക്കാമല്ലോ, ടെലിഫോണിൽ കൂടിയും അല്ലാതെയും നേരിട്ട് കണ്ടുമൊക്കെ പറയാമല്ലോ. ഇപ്പോഴത്തെ ഈ മാധ്യമശ്രദ്ധ ഇത്രയും കട്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് കൂടുതൽ പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ കൂടുതൽ ഇമോട്ടീവായിട്ട് വികാരപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രകടനങ്ങളോ ഒക്കെ വരുമ്പോൾ അത് ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശയുണ്ടാക്കും. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കൗണ്ടിങ്ങിനിടയിൽ കാണിച്ച ബഹളം, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പൊതുജനമധ്യത്തിൽ വിഴുപ്പലക്കുന്നത് പോലെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞു എന്ന് കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു വെടിനിർത്തൽ പോലെ ഒരു തീരുമാനം വന്നു. ഇനി അത്തരം പ്രകടനങ്ങളൊന്നും വേണ്ട. 3 പേരുടെയും അഭിപ്രായം സമന്വയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോർമുല ഉണ്ടാക്കാനാണ് ഇത് പരിശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ MLA-മാരുടെ എണ്ണം അത് KCക്കാണല്ലോ അനുകൂലം. അതിന്റെ ഒരു ആനുകൂല്യം KCക്ക് കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ മറ്റ് 2 നേതാക്കളും ഈ ആനുകൂല്യത്തിന് അപ്പുറത്ത് അവരുടെ മെറിറ്റ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൈയടക്കുവാനുള്ള ശ്രമം തുടരുമെന്നാണോ? KC വെട്ടിമാറ്റപ്പെടുമോ MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും? അല്ല, മെറിറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനാണ് ആദ്യത്തെ ക്ലെയിം കൊടുക്കേണ്ടത്. അതിന് സംശയമൊന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് നയിച്ച ഒരാളാണ്. എല്ലാ ടീം UDF എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് പ്രാക്ടിക്കലാക്കിയ ആളാണ്. കഴിഞ്ഞ 5 വർഷം നല്ലതുപോലെ ജോലി ചെയ്ത ഒരാളാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല. വിജയിക്കുക, 100 സീറ്റ് നേടുക എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആസ്പിറേഷണലായിട്ട് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ളൊരു പ്രയത്നത്തിൽ അദ്ദേഹം ഇടപെട്ടു. അതിൻ്റെ വികാരം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ബാക്കി 2 കാര്യങ്ങൾക്കും മറുവശത്തൊരു മെറിറ്റുണ്ട്. ഒരു സീനിയോറിറ്റിയുടെ ഘടകമെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അവകാശമുണ്ട്. വളരെ സീനിയറായൊരു ഈ 3 പേരിൽ സീനിയർ അദ്ദേഹമാണ്. ഇത് രണ്ടുമല്ലാതെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളായതുകൊണ്ടാണല്ലോ ഈ വിവാദം ഇത്രയും വന്നത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ 8 or 9 MP-മാർ കേരളത്തിൽ മത്സരിക്കാൻ തയ്യാറായല്ലോ. അപ്പോൾ അന്ന് ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനം എന്താണ്? MP-മാരൊന്നും മത്സരിക്കാൻ പാടില്ല. ആ തീരുമാനം അറിയിച്ചത് വേണുഗോപാലാണ്. പക്ഷേ ഇപ്പോൾ MP-മാരായ ഒരാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്രയും വന്നതാണ് ഇപ്പോഴത്തെ ഇത്രയും വലിയ വിവാദത്തിന് കാരണമാക്കിയത്. അത് നമുക്കറിയാമല്ലോ. ഒരു ഗെയിമിനൊരു നിയമമുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സാധാരണയായി ജനങ്ങൾ അതിൽ വിമർശിക്കും. അതുകൊണ്ട് MLA-മാരുടെ കണക്ക് എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ അതിന് സംശയമൊന്നുമില്ല, അത് KC വേണുഗോപാലിൻ്റെ തന്നെയാണ്. കാരണം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്, ശക്തനാണ്, സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജനകീയതയേക്കാൾ കൂടുതൽ പ്രാധാന്യം MLA-മാർ പറയുന്നതെടുത്താണെങ്കിൽ യാതൊരു സംശയമില്ല, അത് KC വേണുഗോപാലാണ്. പക്ഷേ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാനുണ്ട്. അസം പാർലമെൻറ്റിലേക്ക് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടണം. ചിലപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരാൾ രാജിവെക്കുന്ന മാത്രമല്ല, അയാൾ പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ ആ സീറ്റിലേക്ക് അയാൾ യോഗ്യനല്ലെങ്കിൽ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റെവിടെയെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിയിൽ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ കൊടുക്കണം. അങ്ങനെ 2 പേർക്കല്ല 3 പേർക്ക് സ്ഥാനചലനവും മാറ്റവും ഉണ്ടാകും. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസ്ക്, പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസ്ക്, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത്. കാരണം വളരെ ക്ലിയറായിട്ട് ജനങ്ങളൊരു മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ലാൻഡിംഗ് പ്രോബ്ലം വരുന്നു എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാരണം ശരിയുമാണ്. ആ വിമർശനത്തിന് അർത്ഥമുള്ളതുമാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 നേതാക്കൾ തമ്മിലാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ എങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. അത് നമുക്ക് സമ്മതിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു മൂന്നാമതൊരാൾ ഇക്കാര്യത്തിൽ ചിത്രത്തിലേ ഇല്ലാത്ത ഒരാൾ കടന്നു വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഡോക്ടർ ജി ഗോപകുമാർ അത് കൃത്യമായി നിരീക്ഷിച്ചു. അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതും MP-മാർ കളത്തിലേക്കില്ല എന്നുള്ള കാര്യം. പിന്നെ അദ്ദേഹം തന്നെ ഇടപെട്ട് ഈ കളം മാറ്റുന്നു, ഈ നിയമം മാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അല്ല, ഞാൻ അതിനകത്തൊരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നൊരു കാര്യം,
അത് ഈ ജനകീയതയെ സംബന്ധിച്ച് ഈ 3 നേതാക്കന്മാർക്ക് അവരുടേതായ ജനകീയതയുണ്ട്. ഈ KC വേണുഗോപാലാകട്ടെ ആലപ്പുഴ പോലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത്രയും ജനകീയനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജനകീയതയെ പറ്റി നമുക്ക് അത്തരത്തിൽ കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ പറയാം, അത് ഇപ്പോൾ ഹരിപ്പാട് ഈ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന VD സതീശൻ ഓരോ തെരഞ്ഞെടുപ്പിലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.